വിൽ സ്റ്റാർട്ട് വിത്ത് ജാക്ക് ഫ്രൂട്ട്. ജാക്ക് ഫ്രൂട്ടിനെ പറ്റി POP-യിൽ ആകെ 2-3 ഡിസീസിന്റെ മെൻഷൻ മാത്രമേ ഉള്ളൂ. എന്നാലും ജാക്ക് ഫ്രൂട്ടിനെ ജനറലി ബാധിക്കുന്ന ഡിസീസസിനെ പറ്റി നമുക്കൊരു അവയർനെസ് വേണം. അപ്പൊ അതിന് മുന്നേ ഞാൻ പറയാം, ഒരുമാതിരി ഹാർഡി ആയിട്ടുള്ള ഇപ്പൊ എന്താ പറയാ, നമ്മള് മാംഗോ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മാംഗോനെയൊക്കെ എഫക്ട് ചെയ്യുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ ഡിസീസസും ഇവിടെയും ഇൻഫെക്റ്റ് ആവും. സിംറ്റംസ് ഒക്കെ ഏകദേശം സെയിം തന്നെയായിരിക്കും. അപ്പൊ വിൽ ഗോ ത്രൂ. അപ്പൊ ആദ്യം പറയാനുള്ളത് സോഫ്റ്റ് റൂട്ട് ആണ്. സോഫ്റ്റ് റോട്ട് ഓർ ഫ്രൂട്ട് റോട്ട് ആണ്. അപ്പൊ ഈ സോഫ്റ്റ് റോട്ട് ഓർ ഫ്രൂട്ട് റോട്ട് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ചക്ക അധികവും ചെടിയിൽ ഉണ്ടായി നിൽക്കുമ്പോൾ അതിന്റെ പുറത്തുകൂടെ ഒരു ഭയങ്കര പൂപ്പല്, ഒരു ഗ്രേഷ് കളറ് പൂപ്പല് വന്നത് ചീഞ്ഞളിഞ്ഞ് താഴെ വീഴുന്നതായിട്ട് കാണാൻ പറ്റും. ആ സെയിം ഡിസീസ് ആണ്, വളരെ കോമൺ ആണ്, മഴക്കാലത്ത് പ്രത്യേകിച്ച് കാണാൻ പറ്റുന്നതാണ്. എനിക്ക് തോന്നുന്നു എല്ലാവരുടെ തൊടിയിലും പോലെ ഈ ഒരു സിംറ്റം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ഇതാണ് റൈസോപ്പസ് ഫ്രൂട്ട് റോട്ട്. റൈസോപ്പസ് ടൊലോണിഫർ എന്ന് പറയുന്ന റൈസോപ്പസ് ആണ് ഇത് ഉണ്ടാക്കുന്ന പാത്തജൻ. അപ്പൊ സിംറ്റംസ് നോക്കിക്കോളൂ. ഈ സിംറ്റംസിനെ പറ്റി പറയുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യം, യങ് ഫ്രൂട്ട്സും മെയിൽ ഇൻഫ്ലോറസൻസും ആയിരിക്കും കൂടുതൽ ഇൻഫെക്റ്റഡ്. ഓക്കെ, ചെറിയ ഫ്രൂട്ട്സ് ഉണ്ടായി തുടങ്ങിയിട്ടുള്ള ചെറിയ ഫ്രൂട്ട്സും അതുപോലെ തന്നെ മെയിൽ ഇൻഫ്ലോറസൻസും, ചക്കയുടെ മെയിലും ഫീമെയിലും ഇൻഫ്ലോറസൻസുകൾ ഉണ്ട് അല്ലെ, അതില് മെയിൽ ആയിട്ടുള്ള ഇൻഫ്ലോറസൻസുകളെയും യങ് ഫ്രൂട്ട്സിനെയാണ് ഈ ഡിസീസ് കൂടുതലായിട്ട് ബാധിക്കുക. ആൻഡ് ഇത് നന്നേ ചെറുപ്പത്തിലെ ഈ ഫംഗസ്, ഏതാണ് ഫംഗസ്? റൈസോപ്പസ് അല്ലേ. അപ്പൊ ഈ റൈസോപ്പസ് കോസിങ് സോഫ്റ്റ് റോട്ട് അല്ലെ ഫ്രൂട്ട് റോട്ട് നന്നേ ചെറുപ്പത്തിലെ ബാധിച്ചു കഴിഞ്ഞാൽ മച്യൂരിറ്റി എത്തുക എന്നുള്ളത് കുറവാണ്. വെരി സ്മോൾ പെർസെന്റേജ് ഓഫ് ഫ്രൂട്ട്സ് റീച്ച് മച്യൂരിറ്റി എന്നുള്ളതാണ്. അപ്പോൾ യങ് ഫ്രൂട്ട്സും മെയിൽ ഇൻഫ്ലോറസൻസുകളും ആണ് കൂടുതൽ ഇൻഫെക്റ്റഡ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അതിന്റെ കോൺട്രറി നമുക്കറിയാം, ഫീമെയിൽ ഇൻഫ്ലോറസൻസും അതുപോലെ മെച്ചുവർഡ് ആയിട്ടുള്ള ഫ്രൂട്ട്സും യൂഷ്വലി അറ്റാക്ഡ് അല്ല, ദർ കൈൻഡ് ഓഫ് സേഫ്. ഫീമെയിൽ ഇൻഫ്ലോറസൻസും മെച്ചുവർഡ് ആയിട്ടുള്ള ഫ്രൂട്ട്സും, നേരെ മറിച്ച് മെയിൽ ഇൻഫ്ലോറസൻസും യങ് ആയിട്ടുള്ള ഫ്രൂട്ടും യൂഷ്വലി അറ്റാക്ഡ് ആണ്. അതിനെയാണ് ഈ ഒരു ഡിസീസ് റൈസോപ്പസ് എന്ന് പറയുന്ന പാത്തജൻ ജാക്ക് ഫ്രൂട്ടിന്റെ കേസിൽ ബാഡ്ലി ഇൻഫെക്ട് ചെയ്യുന്നത്. ഇനി ഇൻഫെക്ട് ചെയ്തു കഴിഞ്ഞാൽ ലാർജ് നമ്പർ അങ്ങനെ തന്നെ വീണുപോകും, ചീഞ്ഞ് അതവിടെ വീണുപോകും. അപ്പൊ ആദ്യം നമുക്കൊരു ഗ്രേഷ് ഗ്രോത്ത് ആയിട്ടാണ് കാണുക. ആ ഗ്രേഷ് ഗ്രോത്തിന്റെ കാര്യം റൈസോപ്പസിന്റെ അബണ്ടന്റ് ആയിട്ടുള്ള മൈസീലിയാണ്. അതിനുള്ള റീസൺസും ഞാൻ പറയാം. അത് പിന്നീട് ഡെൻസ് ആയി വരുമ്പോഴത്തേക്കും ബ്ലാക്ക് കളറായിട്ട് മാറും. അപ്പൊ ഈ ഫംഗസ് മൊത്തത്തിൽ ആ ഹോൾ ഫ്രൂട്ടിനെ തന്നെ കവർ ചെയ്യും, ആ മൈസീലിയൽ ഗ്രോത്ത്. അപ്പൊ ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം, ലൈക്ക് ആ എൻറ്റയർ ഫ്രൂട്ട് ഇസ് കവേർഡ് വിത്ത് ദ മൈസീലിയൽ ഗ്രോത്ത് അല്ലേ. അപ്പൊ ഇനീഷ്യലി അത് ഈ പറയുന്ന പോലെ ഗ്രേ കളറൊക്കെ ആയിരിക്കും. പിന്നീട് ആ സ്പോർ ഡിപ്പോസിഷൻ കൂടി അത് ഈ പ്ലാന്റിനെ, ഈ ഫ്രൂട്ടിനെ മൊത്തത്തിൽ ഇൻഫെക്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും ബ്ലാക്ക് കളറായിട്ട് മാറുകയാണ് ചെയ്യുക. ഓക്കെ, ഇനി ഇതിന് ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ് എന്ന് പറയുന്നത് റൈസോപ്പസിന് വാം ആയിട്ടുള്ള ഹ്യൂമിഡ് ആയിട്ടുള്ള റെയിനി കണ്ടീഷൻസ് ആണ് വേണ്ടത്. ഓക്കെ, വാം ഹ്യൂമിഡ് റെയിനി കണ്ടീഷൻസ് ആണ്. പിന്നെ ഈ സ്പോറുകൾ, റൈസോപ്പസ് ഏത് ഫൈലത്തിൽ പെടുന്നതാണെന്ന് അറിയോ? റൈസോപ്പസ് ബിലോങ്സ് ടു വിച്ച് ഫൈലം ഓഫ് പ്ലാന്റ് പത്തോളജി? റൈസോപ്പസിന്റെ ക്ലാസിഫിക്കേഷൻ എവിടെയാണ്? സൈഗോമൈക്കോട്ട എന്ന് കേട്ടിട്ടുണ്ടോ? ആ സൈഗോമൈക്കോട്ടയിൽ പെടുന്നതാണ് ഈ പറയുന്ന റൈസോപ്പസ് കേട്ടോ. സൈഗോമൈക്കോട്ട, ZYGO, സൈഗോമൈക്കോട്ട. അപ്പൊ വിൻഡ്, റെയിൻ, ഇൻസെക്ട് ഇതുപോലെയുള്ള ഫാക്ടേഴ്സ് വരുമ്പോഴത്തേക്കും ആ സ്പോർ, ടൈനി സ്പോർസിന് അത് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യും. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ പ്രീ ഡിസ്പോസിങ് ഫാക്ടേഴ്സ്. അപ്പൊ സോഫ്റ്റ് റോട്ട് ഓഫ് ജാക്ക് ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിൽ വരേണ്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, റൈസോപ്പസ് ആണ് ഇതിന്റെ പാത്തജൻ എന്നുള്ളതും. രണ്ട്, മെയിൽ ഇൻഫ്ലോറസൻസും യങ് ഫ്രൂട്ട്സും ആണ് കൂടുതലായിട്ടും ഇൻഫെക്റ്റഡ് എന്നുള്ളതും. ഓക്കെ, അപ്പൊ ഈ ചിത്രം മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇൻഫെക്റ്റഡ് മെയിൽ ഫ്ലവറും നിങ്ങൾക്ക് കാണാൻ പറ്റും, അതേപോലെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഫ്രൂട്ടും കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ റൈസോപ്പസ് ടൊലനിഫർ എന്ന് പറയുന്ന ഈ സാധനം ശരിക്കും ഇത് നമ്മുടെ ബ്രെഡ് മോൾഡ് ഫംഗസ് ആണ്. അപ്പൊ ഇത് റൈസോപ്പസ് സ്പീഷീസ് ആണ്. അപ്പൊ ഈ റൈസോപ്പസിന്റെ മൈക്രോസ്കോപ്പിക് വ്യൂ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ കണ്ടോ, ശരിക്കും ഒരു റൂട്ട് ലൈക്ക് സ്ട്രക്ചർ കോൾഡ് റൈസോയിഡ്സ് ഉണ്ട്. ആ റൈസോയിഡ്സിൽ നിന്ന് ആണ് ഈ ഒരു സ്റ്റെം പോലെയുള്ള സ്ട്രക്ചർ. ഇത് സ്പോർ അതിന്റെ അറ്റത്താണ് ഉള്ളത്. ആ സ്പോറിനെ ബെയർ ചെയ്യുന്ന സ്ട്രക്ചറിനെയാണ് നമ്മൾ സ്പൊറേഞ്ചിയോ ഫോർ എന്ന് വിളിക്കുക. അപ്പൊ ഇങ്ങനെ പല സ്പൊറേഞ്ചിയോ ഫോറുകളെ
അതൊരു റൂട്ട് ലൈക്ക് സ്ട്രക്ചർ ഇങ്ങനെ അതിനെ ആങ്കർ ചെയ്ത് നിൽക്കും, വിച്ച് ഇസ് കോൾഡ് റൈസോയിഡ്. അങ്ങനെ ഇങ്ങനത്തെ പല സ്ട്രക്ചേഴ്സ് ഉണ്ടാവും ഒരു റൈസോയിഡ്. കണ്ടോ, റൈസോയിഡും സ്റ്റൊലോനിഫറും. ഓക്കെ, റൈസോയിഡും സ്പൊറേഞ്ചിയോഫോറും ഇവിടെയും നിങ്ങൾക്ക് കാണാം, റൈസോയിഡും സ്പൊറേഞ്ചിയോഫോറും. അങ്ങനെ ഒരു എന്താ പറയാ പല സ്ട്രക്ചേഴ്സിനെ തമ്മിൽ കണക്ട് ചെയ്യാൻ സ്റ്റോലൻ എന്ന് പറഞ്ഞൊരു സ്ട്രക്ചറും ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇതൊരു തരം ഹൈഫൽ മോഡിഫിക്കേഷൻ ആണ്. നമുക്കറിഞ്ഞൂടെ ഹൈഫയാണ് എന്താ ഒരു ഫംഗസിന്റെ പ്രൈമറി യൂണിറ്റ് അല്ലെ. ആ ഹൈഫ ഇങ്ങനെ പല രീതിയിൽ മോഡിഫൈഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ഹൈഫൽ മോഡിഫിക്കേഷൻസിന്റെ പേര് നമുക്ക് പറയാൻ പറ്റുമോ, ഓർത്തെടുത്ത് പറയാൻ പറ്റുമോ ഹൈഫൽ മോഡിഫിക്കേഷൻസ് ഏതൊക്കെയാന്ന്? പെത്തോളജിയില് മൈക്കോളജിയില് ഫംഗസിന്റെ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ എന്ന് പറയുന്നത് അതിന്റെ ഹൈഫയാണ്. ആ ഹൈഫെ പല രീതിയിൽ മോഡിഫൈഡ് ആയിരിക്കും. അതിൽ ഒന്ന് രണ്ട് എക്സാമ്പിൾസ് പറയാൻ പറ്റുമോ? അല്ല, അത് ഹൈഫയിൽ സെപ്റ്റ ഉണ്ടോ ഇല്ലയോ എന്നാണ്. അങ്ങനെയല്ല, ഈ ഹൈഫനെ പല രീതിയിൽ മോഡിഫൈ ചെയ്യുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഈ കേസിൽ നിങ്ങൾ നോക്കൂ, ഹൈഫ ഈ പറയുന്ന ഹൈഫ എന്ന് പറയുന്നത് അതിന്റെ ഇനീഷ്യൽ സാധനം. ആ ഹൈഫനെ അഗ്രിഗേറ്റ് ചെയ്തുണ്ടാക്കുന്ന ഒരു സാധനമാണ് എന്ത് ലൈക്ക്. അപ്പം ഇവിടെ ഹൈഫ കണ്ടോ അറേഞ്ച് ചെയ്തിരിക്കുന്ന എങ്ങനെയാ, ഒരു റൂട്ട് ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്, പിന്നെ സ്പൊറേഞ്ചിയോഫോർ ഉണ്ട്, സ്റ്റോലൻ ഉണ്ട്. അപ്പൊ ഇതാണ് റൈസോയിഡ് മോഡിഫിക്കേഷൻ. ഇതേപോലെ എപ്രസോറിയം, സ്ട്രോമ, പിന്നെ റൈസോമോർഫ് എന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിയിലുള്ള ഹൈഫൽ മോഡിഫിക്കേഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് അത് അറിയില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് നോക്കി വെക്കണം. അതിന്റെ ക്ലാസിക് എക്സാമ്പിൾസും ഉണ്ട്, മിക്കപ്പോഴും എക്സാംസിൽ ചോദിക്കാറുള്ളതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഹൈഫൽ അഗ്രിഗേഷൻസ് അല്ലെങ്കിൽ ഹൈഫൽ മോഡിഫിക്കേഷൻസ് പഠിച്ചു വെക്കണം എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. റൈസോപ്പസ് ഒരുതരം ഹൈഫൽ മോഡിഫിക്കേഷൻ ആണ്. ഇവിടെ ഹൈഫ നമുക്ക് കാണാൻ പറ്റുക ഈ റൈസോയിഡ്സ് ആയിട്ടാണ്. ഓക്കെ, അപ്പൊ പല ലൈക് മോഡിഫിക്കേഷൻസ് ഉണ്ട്, പോസ്റ്റോറിയ, സ്ട്രോമാറ്റ, റൈസോമോർഫ്, പിന്നെ നമ്മൾ സ്ക്ലിറോഷ്യം എന്നൊക്കെ പറയില്ലേ, റൈസോപ്റ്റോണിയയുടെ ഒക്കെ സ്ട്രക്ചർ പറയുമ്പോൾ സ്ക്ലിറോഷ്യം. ആ സ്ക്ലിറോഷ്യം ഒക്കെ ഈ പറയുന്ന ഹൈഫയുടെ തന്നെ ഒരു മോഡിഫിക്കേഷൻ ആണ്. ഹൈഫേനെ പല രീതിയിൽ അറേഞ്ച് ചെയ്യുമ്പോഴാണ് ഈ പറയുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാകുന്നത്. നമ്മൾ എപ്രസോറിയ, ഹോസ്റ്റോറിയം എന്നൊക്കെ പഠിച്ചിട്ടില്ലേ, ഇതൊക്കെ ഹൈഫൽ മോഡിഫിക്കേഷൻസ് ആണെന്ന് മനസ്സിലാക്കുക. പിന്നീട് എപ്പോഴെങ്കിലും പറഞ്ഞു തരാം ഡീറ്റെയിൽ ആയിട്ട്. അപ്പൊ റൈസോപ്പസ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് റൈസോയിഡ്. ഓക്കെ, അത് മാത്രം മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ അതാണ് നമുക്ക് സോഫ്റ്റ് റോട്ടിനെ പറ്റി പറയാനുള്ളത്. അടുത്തത് പറയാൻ അപ്പൊ അതിന്റെ ജസ്റ്റ് ഇതിനൊരു ഡിസീസ് സൈക്കിളിലൂടെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. റൈസോപ്പസിന്റെ അർട്ടോകാർപ്പി ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് ബ്രെഡ് മോൾഡ് ആണ് കേട്ടോ, റൈസോപ്പസ് സ്റ്റൊലോനിഫർ. ഇത് റൈസോപ്പസ് അർട്ടോകാർപ്പി. ചക്കയുടെ സയന്റിഫിക് നെയിം എന്താ? അർട്ടോകാർപ്പസ് ഹെറ്ററോഫിലസ് എന്നാണ്. അർട്ടോകാർപ്പസ് ഹെറ്ററോഫിലസ്. അപ്പൊ അർട്ടോകാർപ്പസ് എന്നാണ് ഈ പേര് ഡിറൈവ് ചെയ്തിരിക്കുന്നത്, അർട്ടോകാർപ്പി. അപ്പൊ റൈസോപ്പസ് അർട്ടോകാർപ്പി. അപ്പൊ ഞാൻ പറഞ്ഞു ഇതിന്റെ ഫംഗസ് എവിടെയാണ് ഉണ്ടാവുക വെച്ചാൽ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഫ്രൂട്ട്സിലും പ്ലാന്റ് ഡെബ്രീസിലുമാണ്. അപ്പൊ അതാണ് അതിന്റെ പ്രൈമറി സോഴ്സ് ഓഫ് ഇനോക്കുലം. ആ പ്രൈമറി സോഴ്സ് ഓഫ് ഇനോക്കുലം സോയിലിൽ നിന്നോ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പ്ലാന്റ് പാർട്സിൽ നിന്നോ പഴയ ഫ്രൂട്ട്സിൽ നിന്നോ ഒക്കെ വരും. അങ്ങനെ അത് പുതിയ പ്ലാന്റ്സിലേക്ക് ഇൻഫെക്ഷൻ കൊണ്ടുവരും. പോരാത്തതിന് ഈ റൈസോപ്പസിന്റെ ഇപ്പൊ ഈ സ്ട്രക്ചറിൽ നിങ്ങൾക്ക് കണ്ടോ, ഈ സ്പൊറാഞ്ചിയോഫോറിന്റെ പുറത്ത് സ്പൊറാഞ്ചിയ കണ്ടോ? ഈ സ്പൊറാഞ്ചിയക്കകത്ത് നിറച്ചും സ്പോറാണ്. അപ്പൊ ഈ സ്പോറുകൾ എയർബോൺ ആയിട്ട് പോയി പുതിയ ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുകയാണ് ചെയ്യുക. അപ്പൊ പ്രൈമറി സോഴ്സ് ഓഫ് ഇനോക്കുലം ഓൾറെഡി ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഫ്രൂട്ട്സും, സെക്കൻഡറി സോഴ്സ് ഓഫ് ഇനോക്കുലം എയറിലൂടെയുള്ള സ്പോറും ആണ്. ഇത്രയാണ് പാത്തജിനെ പറ്റി നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. ഇത് ഇങ്ങനെ ഇന്റർകണക്റ്റഡ് ആണ്, ഇന്റർകണക്റ്റഡ് നെറ്റ്വർക്ക് ഓഫ് ഈ പറയുന്ന റൈസോയിഡൽ സ്ട്രക്ചേഴ്സ് ആണ്. അപ്പൊ റൈസോയിഡ് മോഡിഫിക്കേഷൻ ആണ് റൈസോപ്പസ് എന്നും. ചക്കയില് സോഫ്റ്റ് റോട്ട് ഉണ്ടാക്കുന്നത് റൈസോപ്പസ് അർട്ടോകാർപ്പി ആണെന്നുള്ളത് പഠിച്ചു വെക്കുക. ആൻഡ് ഞാൻ പറഞ്ഞു ഇത് മെയിൽ ഇൻഫ്ലോറസൻസിനെയാണ് ബാധിക്കുക, അതുപോലെ യങ് ഫ്രൂട്ട്സിനെയാണ് ബാധിക്കുക. ഫീമെയിൽ ഇൻഫ്ലോറസൻസും മെച്ചുവേർഡ് ആയിട്ടുള്ള ഹാർഡി ആയിട്ടുള്ള പ്ലാന്റ്സും റിലേറ്റീവ്ലി ലെസ് ഇൻഫെക്റ്റഡ് ആണ്. ഓക്കെ, ഇനി അടുത്ത ഡിസീസ് നമുക്ക് പറയാനുള്ളത് ഡൈബാക്ക് ആണ്. ഡൈബാക്ക് കോസ് ചെയ്യുക ബോട്രി ഡിപ്ലോഡിയ തിയോബ്രോമെ, അല്ലെങ്കിൽ അതിന്റെ വേറെ പേരാണ് ലാസിയോ ഡിപ്ലോഡിയ തിയോബ്രോമെ. ഇപ്പൊ ഡൈബാക്ക് ഓഫ് ജാക്ക് ഫ്രൂട്ട് ഇസ് കോസ്ഡ് ബൈ എന്ന് ചോദിച്ചാൽ ബോട്രിയോ ഡിപ്ലോഡിയ തിയോബ്രോമെ അല്ലെങ്കിൽ ലാസിയോ ഡിപ്ലോഡിയ തിയോബ്രോമെ എന്നാണ്. ഡൈബാക്കിന്റെ സിംറ്റംസ്
നമ്മൾ ഓൾറെഡി പല ക്രോപ്പിലുമായിട്ട് പറഞ്ഞുകൊണ്ട് നമുക്ക് നന്നായിട്ട് അറിയാം അല്ലേ? ടോപ്പിന്ന് ബോട്ടത്തിലേക്ക് കരിഞ്ഞു വരും ലീഫ് അല്ല, പ്ലാന്റ്സ് തന്നെ കരിഞ്ഞു വരും. അപ്പൊ നമുക്ക് എങ്ങനെയാ കാണാൻ പറ്റുകയെന്ന് വെച്ചാല് നമ്മുടെ ട്രീയുടെ ബാർക്ക് ഏകദേശം ടോപ്പിൽ നിന്ന് കുറച്ച് താഴേക്ക് മാറിയിട്ട് ആ ബാർക്കിൽ നിന്ന് നമുക്കൊരു ഡാർക്കനിങ് കാണാൻ പറ്റും. ആ ഡാർക്ക് ഏരിയ ഇങ്ങനെ അഡ്വാൻസ് ചെയ്ത് താഴേക്ക് വരും. അപ്പൊ ആ ഡാർക്ക് ഏരിയ അഡ്വാൻസ് ചെയ്യുന്തോറും ചെറിയ ചെറിയ ട്വിഗ്സ് ഇല്ലേ, ആ യങ് ആയിട്ടുള്ള ഗ്രീൻ ട്വിഗ്സിന് വിതറിങ് സംഭവിച്ച് ആദ്യം ബേസിൽ വെച്ച് വിതർ ചെയ്യും. അത് കഴിഞ്ഞിട്ട് പോയി അതിന്റെ എന്താ പറയാ ലീഫിലേക്ക് പോയി ലീഫിൽ നിന്ന് വെയിൻസും ലീഫ് എഡ്ജസും ഒക്കെ വിതർ ചെയ്ത് പോകും, ഒക്കെ വീണ് പോകും. എഫക്റ്റഡ് ആണ് ലീവ്സ് എങ്കിൽ ഡൈബാക്ക് നമുക്കറിയാം ഒരു ഡ്രൈഡ് അപ്പ് അപ്പിയറൻസ് തരൂലേ, ബ്രൗൺ ആവുന്നത് പോരാഞ്ഞിട്ട് അത് മാർജിനിൽ നിന്ന് ഉള്ളിലേക്ക് റോൾ ആവും. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഈ ഇമേജിൽ നോക്കിയാൽ കാണാം താഴത്തെ ലീവ്സിനൊന്നും കുഴപ്പമില്ല അല്ലെ, താഴത്തെ ബ്രാഞ്ചസ് റിലേറ്റീവ്ലി അൺടച്ച്ഡ് ആണ്. ഇൻഫെക്ഷൻ തുടങ്ങിയിരിക്കുന്നത് മേളിന്നാണ്. മേളിന്ന് ഇൻഫെക്ഷൻ താഴേക്ക് പ്രോഗ്രസ് ചെയ്യുന്നു. ചെറിയ ചെറിയ ട്വിഗ്സ് ഇവിടെ കരിഞ്ഞ് ഉണങ്ങിയതായിട്ട് കാണാം. ലീവ്സ് ഇതില് ഇപ്പൊ നിങ്ങൾ ഈ അറ്റത്തൊരു ലീഫ് കാണാനുണ്ട്. ലീഫൊക്കെ ഇതിൽ വിതർ ചെയ്ത് ഓൾറെഡി പോയി. ഈ പ്ലാന്റില് ലീഫ് എങ്ങനെയാ വിതർ ചെയ്യുക? അത് ഡ്രൈ ആവും, ബ്രൗൺ ആവും, ആൻഡ് ഉള്ളിലോട്ട് ഇങ്ങനെ എന്താ പറയാ റോൾ ചെയ്തുണ്ടാവും ലീവ്സ്. സോ ഇതാണ് ഡൈബാക്ക്. ഇത് തന്നെയാണ് ഏത് ക്രോപ്പിൽ എടുത്താലും ഡൈബാക്ക് അല്ലേ. ടോപ്പിന്ന് ബോട്ടത്തിലേക്ക് പ്ലാന്റ് ഇങ്ങനെ എന്താ പറയാ ഡൈസ് ബാക്ക് എന്നാണ് പറയാ. ലൈക്ക് അതിന്റെ ആക്ടിവിറ്റി കുറഞ്ഞ് അവിടുത്തെ ബ്രൗണിങ് സംഭവിച്ച് പിന്നെ ബാർക്കൊക്കെ ബ്രൗൺ കളറായി ലീവ്സ് ഒക്കെ കൊഴിഞ്ഞു പോയിക്കൊണ്ടേ വരുന്നൊരവസ്ഥയാണ് അല്ലേ ഡൈബാക്ക്. അപ്പൊ നമുക്ക് കാണാൻ പറ്റും ലീവ്സ് ബ്രൗൺ ആയി മാർജിൻസ് ഒക്കെ അപ്വേർഡ് റോളിങ് തുടങ്ങി കഴിയുമ്പോഴത്തേക്കും ആ ട്വിഗ്സ് ഇല്ലേ അതിന്റെ ശക്തി, അതിന്റെ ത്രാണി എത്രയും പോയി അത് ഷ്രിവിൽ ചെയ്ത് താഴെ വീണുപോകും. മാത്രല്ല ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ബ്രാഞ്ചസിൽ നിന്ന് ഈ ട്വിഗ്സ് വീണു പോവില്ലേ, ആ ഒരു സ്ഥലത്ത് നമുക്ക് ഗം എക്സുഡേഷൻ, ചെറിയ രീതിയിലുള്ള ഗം എക്സുഡേഷനും കാണാൻ പറ്റും. അപ്പോ ഇങ്ങനെ ഗം എക്സുഡേഷൻ സംഭവിച്ചു കഴിഞ്ഞാല് ആ ഭാഗം ഭയങ്കര സോഫ്റ്റ് ആവുകയും സെക്കൻഡറി പെസ്റ്റ്, അതായത് സെക്കൻഡറി ഇൻഫെക്ഷൻ അല്ലെങ്കിൽ സെക്കൻഡറി പെസ്റ്റ് എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു ഡിസീസ് വന്ന് ഓൾറെഡി വീക്ക് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ഒബ്വിയസ്ലി മറ്റ് പാത്തജൻസിനും കൂടി ഇഷ്ടമായിരിക്കും. കാരണം അതിലേക്കുള്ള എൻട്രി എളുപ്പമാണ് അല്ലേ, ബിക്കോസ് ഇറ്റ് ഇസ് ഓൾറെഡി വീക്ക്. അപ്പൊ അങ്ങനെ വീക്കെൻഡ് ആയിരിക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ ഷൂട്ട് ബോറേഴ്സ് ഒക്കെ എളുപ്പം വരാൻ സാധ്യതയുണ്ട്. ഈ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ട്വിഗ്സ് ഞാൻ പറഞ്ഞു, അത് ലേറ്റസ്റ്റ് സ്റ്റേജസിലേക്ക് അത് വിതർ ചെയ്ത് ഷ്രിവിൽ ചെയ്ത് ഫോൾസ് ഓഫ്. അപ്പൊ വീണ് പോകുമ്പോ ആ അറ്റത്ത് നമുക്ക് ചെറിയ രീതിയിലുള്ള ഗം കാണാൻ പറ്റും, ഗം എക്സുഡേഷനും ഉണ്ടാവും. ഈ ട്വിഗ്സ് നമ്മൾ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ ഇന്റേർണലി ഡിസ്കളേർഡ് ആയിട്ടും കാണാൻ പറ്റും. അപ്പൊ ഇതാണ് ജനറൽ സിംറ്റംസ് ഡൈബാക്കിന്റെ. ലൈക്ക് എന്താ പറയുക, മാംഗോയിലാണെങ്കിലും ഡൈബാക്ക് ഇങ്ങനെ തന്നെയാണ് വരിക, ജാക്ക് ഫ്രൂട്ടിലാണെങ്കിലും ഇങ്ങനെ തന്നെയാണ് വരിക. ഇത് രണ്ടും സിമിലർ സ്ട്രക്ചർ ഉള്ള പ്ലാന്റ് ആണ് അല്ലെ, വലിയ ട്രങ്കും വലിയ കനോപ്പിയും അതിനകത്ത് ബ്രാഞ്ചസും ആ ബ്രാഞ്ചസിൽ ട്വിഗ്സും അതിലേക്ക് ലീവ്സും ഒക്കെയാണ്. സോ ദ സിംറ്റംസ് ആർ മച്ച് സിമിലർ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഡൈബാക്ക് കോസ് ചെയ്യുന്നത് ബോട്രി ഡിപ്ലോഡിയ തിയോബ്രോമെ, ഇതിന്റെ തന്നെ പേരാണ് ലാസിയോ ഡിപ്ലോഡിയ തിയോബ്രോമെ. ഓക്കെ, ഇതിന്റെ സർവൈവൽ നമുക്കറിയാം, ഇൻഫെക്ഷൻ തുടങ്ങുന്നത് ട്വിഗ്സിലാണ് അല്ലെ. അപ്പൊ ഇൻഫെക്റ്റഡ് ട്വിഗ്സ് ആയിരിക്കും അതിന്റെ സർവൈവലിന്റെ റീസൺ. ലൈക് പ്രൈമറി സോഴ്സ് ഓഫ് ഇനോക്കുലം അതായിരിക്കും. സെക്കൻഡറി സോഴ്സ് ബോട്രി ഡിപ്ലോഡിയയുടെ എയർബോൺ സ്പോർസ് ആയിരിക്കും. അപ്പൊ ഇതിന്റെ ഫേവറബിൾ കണ്ടീഷൻസ് എന്ന് പറയുന്നത് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഒരു 80% മേലെ ആൻഡ് 25 to 31 ഡിഗ്രി സെൽഷ്യസ്, അത്യാവശ്യം നല്ല ടെമ്പറേച്ചറും മഴയും ഉള്ളപ്പോഴാണ് ഈ ഡിസീസ് കൂടുതലായിട്ട് കാണുക. അടുത്ത ഡിസീസ് പഠിക്കാനുള്ളത് ജാക്ക് ഫ്രൂട്ടില് ലീഫ് സ്പോട്ട് ആണ്. അപ്പൊ ജാക്ക് ഫ്രൂട്ടിലെ ലീഫ് സ്പോട്ടുകളിൽ നിന്ന് പല പാത്തജൻസും നമ്മൾ ഇതുവരെ ഐസൊലേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിൽ മേജർ ആയിട്ട് നമുക്ക് ഓർമ്മ വേണ്ടത് ഫില്ലോസ്റ്റിക്റ്റ അർട്ടോകാരിന എന്നുള്ളതാണ്. അപ്പൊ ഈ അർട്ടോകാർപ്പസ് ഹെറ്ററോഫിലസ് ആയതുകൊണ്ട് തന്നെ അർട്ടോ എന്നുള്ളത് സോഫ്റ്റ് റോഡ് പാത്തജൻ നമ്മൾ കണ്ടു, റൈസോപ്പസ് അർട്ടോകാർപ്പി. അതേപോലെ ഇവിടെ ലീഫ് സ്പോട്ട് പാത്തജൻ ഫില്ലോസ്റ്റിക്റ്റ അർട്ടോകാരിനയാണ്, ഫില്ലോസ്റ്റിക്റ്റ അർട്ടോകാരിന. അതിന് പുറമെ കളിച്ചോട്രിക്കും സെപ്റ്റോറിയ ലീഫ് സ്പോട്ടും ഒക്കെ ഉണ്ടാക്കാറുണ്ട്. ഓക്കെ,
അപ്പോ ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഡാർക്ക് ബ്രിക്ക് റെഡ് സ്പോട്ട്സ് ആയിരിക്കും തുടക്കത്തിൽ. ഇനീഷ്യലി നമുക്ക് ഡാർക്ക് ആയിട്ടുള്ള ബ്രിക്ക് റെഡ് കളറുള്ള സ്പോട്ടുകൾ കാണാൻ പറ്റും. ഒന്ന് ഓർത്ത് നോക്കിയാൽ ചിലപ്പോൾ പിക്ചറൈസ് ചെയ്ത നമ്മുടെ തന്നെ തൊടിയിലുള്ള പ്ലാവില് നമ്മള് ഡാർക്ക് റെഡ് ആയിട്ടുള്ള സ്പോട്ടുകൾ ലീഫിൽ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ അത് കോസ് ചെയ്യുന്നത് ഫിലോസിക്ട അർട്ടോകാരിന, അതിന്റെ ഒപ്പം കൊൾച്ചോട്രിക്കം സെപ്റ്റോറിയ ഒക്കെ ഒരു മിക്സ്ഡ് ഇൻഫെക്ഷൻ ആണ്. ബട്ട് റിമെമ്പർ ദിസ് നെയിം ഫിലോസിക്ട അർട്ടോകാരിന. ഓക്കെ, അപ്പൊ അത് ആദ്യം ബ്രിക്ക് റെഡ് കളർ ആയിരിക്കും. പിന്നീട് മെച്ചുവർ ആകുമ്പോഴത്തേക്കും കളർ മാറി മാറി ഗ്രേഷ് കളറൊക്കെ വരും. അത് കഴിയുമ്പോൾ നമുക്ക് പിൻ ഹെഡഡ് ആയിട്ടുള്ള ഫ്രൂട്ടിംഗ് ബോഡീസ് അതിൽ കാണാൻ പറ്റും. ഈ പിൻ ഹെഡഡ് ഫ്രൂട്ടിംഗ് ബോഡീസ് ബ്ലാക്ക് കളറിലാണെങ്കിൽ അത് എന്തിൻ്റെതായിരിക്കും? കൊലറ്റോട്രിക്കത്തിന്റെ സെർവുലസ് ആയിരിക്കും അല്ലെ. അപ്പൊ ലീഫ് സ്പോട്ട് പാത്തജിനെ സംബന്ധിച്ച് നിങ്ങൾ പഠിക്കേണ്ടത് അതിന്റെ കോസ്റ്റൽ ഓർഗാനിസ് ആണ് ഫിലോസ്റ്റിക്ട അർട്ടോകാരിന മെയിൻലി. ആൻഡ് അതിന്റെ സിംറ്റം എന്ന് പറയുന്നത് ഡാർക്ക് ബ്രിക്ക് റെഡ് സ്പോട്ട്സ് ആയിരിക്കും, ഒരുതരം റെഡിഷ് ഡാർക്ക് സ്പോട്ട്സ് ആയിരിക്കും. പിന്നീട് അത് ഇപ്പൊ ഇതിന്റെയൊക്കെ ഉള്ളിൽ നോക്കിയാൽ നമുക്ക് ഒരു ഗ്രേഷ് കളർ ആയിട്ട് കാണാൻ പറ്റും. അപ്പൊ അപ്പോൺ മെച്യൂരിറ്റി ഈ ഡാർക്ക് ബ്രിക്ക് റെഡ് കളേർഡ് സ്പോട്ട്സ് ഗ്രേ കളറിലേക്ക് മാറും. അപ്പൊ ഈ ഫംഗസും ഓവർ വിന്റർ ചെയ്യുക ഓൾഡ് ലീവ്സിലാണ്. ആൻഡ് യങ് ആയിട്ടുള്ള റാപ്പിഡ്ലി എക്സ്പാൻഡിങ് ആയിട്ടുള്ള ലീവ്സിലാണ് കൂടുതൽ ഇൻഫെക്ഷൻ. അതിന്റെ റീസൺ യങ് ലീവ്സിൽ എന്ത് കുറവായിരിക്കും? ആ ഹാർഡ്നെസ് കുറവായിരിക്കും. ലീഫ് വളരും തോറും അത് ഹാർഡ് ആയിക്കൊണ്ട് വരും. അപ്പൊ ഹാർഡ്നെസ് കുറവായതുകൊണ്ട് യങ് ലീവ്സിലാണ് കൂടുതലും ഇൻഫെക്ഷൻ കാണുക. ടെമ്പറേച്ചർ 25 ഡിഗ്രി സെൽഷ്യസും നല്ല റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ലൈക്ക് 95 to 97% റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയും ഉള്ളപ്പോഴാണ് ഫിലോസ്റ്റിക്ട അർട്ടോകാരിന കോസിംഗ് ലീഫ് സ്പോട്ട് പ്രെവലന്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുക. അടുത്ത ഡിസീസ് പിങ്ക് ഡിസീസ്. പിങ്ക് ഡിസീസ് ഞാൻ പലപ്പോഴും ലൈക്ക് പറഞ്ഞിട്ടുണ്ട്. കാഷ്യൂല് കാണാൻ പറ്റും, മാംഗോയില് കാണാൻ പറ്റും. അങ്ങനെ വളരെ കോമൺ ആയ ഡിസീസ് ആണ് പിങ്ക് ഡിസീസ്. ദിസ് ഇസ് കോസ്ഡ് ബൈ എറിത്രീസിയം സാൽമോണിക്കലർ. വേറെ ഒരെണ്ണം കൂടെ ഉണ്ട് പിങ്ക് ഡിസീസ് കോസ് ചെയ്യുന്നത്, പറയാൻ പറ്റുമോ? എറിത്രീസിയം സാൽമോണിക്കലർ അല്ലാണ്ട് നമ്മൾ ഇതിന്റെ പാത്തജൻ പഠിച്ചിട്ടുള്ളത് എന്താ? യെസ്, കോട്ടീസിയം സാൽമോണിക്കലർ ആണ് അല്ലെ. അപ്പൊ ഇത് ലൈക്ക് രണ്ടും സെയിം ആണ്. കോട്ടീഷ്യേസിയ ഫാമിലിയിൽ പെടുന്നതാണ് എറിത്രീസിയം സാൽമോണിക്കലർ. അത് തന്നെയാണ് ഈ കോട്ടീസിയം സാൽമോണിക്കലർ എന്ന് പറയുന്ന സാധനം. അപ്പൊ പിങ്ക് ഡിസീസിന്റെ സിംറ്റം ആ പേരിൽ തന്നെ ഉണ്ട്, പിങ്ക് കളറാണ്. കാരണം പിങ്ക് ഡിസീസ് വന്നു കഴിഞ്ഞാല് നമുക്ക് പിങ്കിഷ് ഗ്രോത്ത് കാണാൻ പറ്റും. പിങ്ക് കളറിലായിരിക്കും ആ ഗ്രോത്ത് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ യങ് ആയിട്ടുള്ള വുഡി ബ്രാഞ്ചസ് ആണ് ഇൻഫെക്റ്റഡ് ആവുക. ആൻഡ് ഈ പിങ്കിഷ് ഗ്രോത്ത് വന്നു കഴിഞ്ഞാൽ ആ പറയുന്ന എന്താ പറയാ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ട്വിഗോ സ്റ്റെമ്മോ ഇല്ലേ, അവിടെ നിന്ന് അത് ഡെത്ത് താഴേക്ക് ടോപ്പ് ടു ബോട്ടം ഡെത്ത് സംഭവിക്കും. അങ്ങനെ ഡൈബാക്ക് സിംറ്റംസ് ഡെവലപ്പ് ചെയ്യും. അപ്പൊ പിങ്ക് എൻക്രസ്റ്റേഷൻ സീൻ ഓൺ ദ ലോവർ ഷെയ്ഡഡ് സൈഡ്. ഓക്കെ, ചിത്രത്തിൽ കണ്ടാൽ മനസ്സിലാവും. പിങ്കിഷ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ഇപ്പൊ ഈ ട്വിഗിന്റെ ബ്രാഞ്ചിൽ ഇങ്ങനെ ഉണ്ടാവുകയാണ്. ആ പിങ്കിഷ് ഗ്രോത്ത് ഉണ്ടാവും തോറും നമുക്ക് ഇവിടെ ഡൈബാക്ക് കാണാം. ഇതിങ്ങനെ ലൈക്ക് എന്താ പറയാ, യു ക്യാൻ സീ ഇറ്റ് ഡൈ. ആ ബ്രാഞ്ച് ഇങ്ങനെ ഒരു നെക്രോട്ടിക് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ അതാണ് പിങ്ക് ഡിസീസ് ഓഫ് ജാക്ക് ഫ്രൂട്ട് കോസ്ഡ് ബൈ എറിത്രീസിയം സാൽമോണിക്കലർ അല്ലെങ്കിൽ കോട്ടീസിയം സാൽമോണിക്കലർ. ഇനി ജാക്ക് ഫ്രൂട്ടിൽ ആന്ത്രാക്നോസ് ഉണ്ട്. ആന്ത്രാക്നോസ് ലീഫിൽ വന്നാൽ ലീഫ് സ്പോട്ട് പോലെയാണ് കാണുക. കൊലറ്റോട്രിക്കം ഗ്ലിയോസ്പോറൈഡിസ്, നമുക്ക് ആന്ത്രാക്നോസിന്റെ സിംറ്റം അറിയാം. എങ്ങനെയാണ്? ഒരു ഗ്രേ സെന്ററും ഡാർക്ക് ബ്രൗൺ മാർജിനും അതിന്റെ ചുറ്റും മഞ്ഞ വെളിച്ചോ അല്ലെ, യെല്ലോ ഹാലോ. ഇതാണ് ആന്ത്രാക്നോസിന്റെ ടിപ്പിക്കൽ സിംറ്റം. എങ്ങനെയാണ്? ഗ്രേ സെന്റർ, ഡാർക്ക് ബ്രൗൺ മാർജിൻ, യെല്ലോ ഹാലോ. അപ്പൊ ഇവിടെ അങ്ങനെ തന്നെയാണ് സിംറ്റംസ് പോകുന്നത്. ഞാൻ സിംറ്റംസ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല, ബിക്കോസ് ആന്ത്രാക്നോസ് നിങ്ങൾ തന്നെ കേട്ട് മടുത്തിട്ടുണ്ടാവും. കൊലറ്റോട്രിക്കം ഗ്ലിയോസ്പോറൈഡിസ് അല്ലെ. അപ്പൊ ഈ കൊലറ്റോട്രിക്കം ഗ്ലിയോസ്പോറൈഡിസ് എന്ന് പറയുന്ന പാത്തജന്റെ സർവൈവൽ സ്ട്രക്ചർ എന്താ? അസെർവുലയാണ് അല്ലെ. ഇനി ഇതിന്റെ പെർഫെക്റ്റ് സ്റ്റേജ് എന്താ? ഗ്ലോമറല്ല സിംഗുലേറ്റ. ഓക്കെ, അപ്പൊ അതൊക്കെ നമുക്ക് ലൈക്ക് അറിയാവുന്നതാണ്. പക്ഷെ ഒരിക്കലും മറക്കരുത്, ഒരിക്കലും കൺഫ്യൂസ്ഡ് ആവരുത് കേട്ടോ. അപ്പൊ ആന്ത്രാക്നോസ് പൊതുവെ ഒരു പോസ്റ്റ് ഹാർവെസ്റ്റ് ഡിസീസ് ആയിട്ട് കാണാറുണ്ട്. ഓക്കെ, ഹാർവെസ്റ്റിന് ശേഷം. അപ്പൊ അങ്ങനെ ഉള്ള കേസസിൽ നമ്മൾ ഒരു ഹോട്ട് വാട്ടർ ട്രീറ്റ്മെന്റ് കൊടുക്കും. 52 ഡിഗ്രി സെൽഷ്യസ് ഒരു 4-5 മിനിറ്റ്. 52 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുമ്പോൾ ചെറിയ ചൂടേ ഉള്ളൂ അല്ലെ. ഒരു 52 ഡിഗ്രി സെൽഷ്യസിൽ 4 to 5 മിനിറ്റ്സ് ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ
ഈ ഇതിന്റെ എന്താ പറയാ സ്പോറുകൾ ഉണ്ടെങ്കിൽ അതിനെ നശിപ്പിച്ച് കളയാം. പിന്നെ നമുക്ക് ലൈക്ക് പലതരത്തിലുള്ള ബയോ ഇനോക്കുലൻസ് സ്പ്രേ ചെയ്യാം കൊലച്ചൊട്ടക്കത്തിനെ തടയാൻ വേണ്ടിയിട്ട്, ലൈക്ക് ട്രൈക്കോഡർമ പോലെയുള്ള ബയോ ഇനോക്കുലൻസ്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താന്ന് വെച്ചാൽ ഇതിന്റെ പ്രൈമറി സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് ആ ഡിസീസ് ആയിട്ടുള്ള ലീവ്സും ട്വിഗ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പൊ അതൊക്കെ കളക്ട് ചെയ്ത് ബേൺ ചെയ്ത് കളയാന്നുള്ളതാണ് ഒരു ഫിസിക്കൽ കൺട്രോൾ. അപ്പൊ അത്രയാണ് ആന്ത്രാക്നോസിന്റെ മാനേജ്മെന്റ്. ഇതിന് പുറമെ നമുക്ക് മാങ്കോസെപ്പ് പോലെയുള്ള സിസ്റ്റമിക് കെമിക്കൽസ് അപ്ലൈ ചെയ്ത് പോവാം. അപ്പൊ ഇത്രയാണ് മാംഗോയില് പറയാനുള്ള ഡിസീസസ്. ഓക്കെ.